പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ ഓരോ ദിനങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ 10 സ്വഭാവം ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഈ 10 സ്വഭാവത്തിൽ ഇനി പറയാൻ പോകുന്ന 10 ദുസ്വഭാവത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം. ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗവും കിട്ടൂല. ഈ ദുന്യാവിൽ നമ്മളെല്ലാവരും നമ്മളെ വെറുക്കും, അള്ളാഹു നമ്മളെ വെറുക്കും, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശാപമുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ പോകുന്ന 10 ദുസ്വഭാവത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മളത് മാറ്റണം. അപ്പോൾ ഏതൊക്കെയാണ് ജനങ്ങൾ വെറുക്കുന്ന, അള്ള വെറുക്കുന്ന ആ ദുഷിച്ച സ്വഭാവങ്ങളെന്ന് വ്യക്തമായി കൃത്യമായി നമുക്കൊന്ന് കേട്ടാലോ? അള്ളാഹു തആല ഈ ദുസ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ. ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ്, ഉസ്താദെ കല്യാണമൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല, പലതും ഇങ്ങനെ അടുത്തു വരുന്നുണ്ട്, അടുത്തു വന്ന് പിന്നെ എന്തൊക്കെയോ തടസ്സങ്ങൾ. ചില സഹോദരിമാർ പറയുന്നത്, ഉസ്താദെ എൻ്റെ മുഖത്തിന് എന്താ പറയുക ഒരു എടുപ്പില്ല, അല്ലെങ്കിൽ മുഖത്തിനൊരു മുഖകാന്തിയില്ല, മുഖത്ത് നോക്കുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചില സഹോദരിമാർ, ചില സഹോദരങ്ങളും ആണും പെണ്ണുമൊക്കെ ചില പരാതി പറയാം. ചില ആളുകളുടെ മുഖത്തിങ്ങനെ ഭയങ്കര മുഖക്കുരു ഉണ്ടാകും, ചില കറുത്ത പാടുകൾ ഉണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും കലകൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മുഖത്തിനൊരു സൗന്ദര്യക്കുറവ് തോന്നിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ എന്താണ് ഉസ്താദ്, ഞങ്ങൾ ഒരുപാട് ക്രീമും അതുമൊക്കെ ഇതുമൊക്കെ തേക്കുന്നുണ്ട്, പക്ഷെ ആ സമയത്ത് അതൊക്കെ മാഞ്ഞു പോകുമെങ്കിലും വീണ്ടും അത് മുഖം കഴുകുമ്പോൾ വീണ്ടും വരുമല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദീൻപരമായ ഒരു മരുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. ഞാനൊരു സഹോദരിക്ക് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ഏത് കാര്യം? ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്വഭാവം നന്നാവാനും നമ്മുടെ സൗന്ദര്യം കൂടാനും മുഖക്കുരു, മുഖത്തിൻ്റെ പാടുകളൊക്കെ മാറാനും മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു അത്ഭുത മരുന്നിൻ്റെ കൂട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഇതാ പറഞ്ഞു തരാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് അല്ലാഹുവിൻ്റെ ഏറ്റവും വലിയ ദിക്റുകളിൽപ്പെട്ട ഒന്നാകുന്ന, ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മീസാൻ എന്ന തുലാസിൽ ഭാരം തൂങ്ങുന്ന അതിപ്രധാനപ്പെട്ട ആ ഒരു തസ്ബീഹ് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു തആല നമ്മൾ പറഞ്ഞ ഈ ദിക്റിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ തസ്ബീഹിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പടച്ചവൻ മാറ്റിത്തരട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിയവരാണ്, എല്ലാം അല്ലാഹു തആല വിട്ടുപുറത്തും മാപ്പ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ ഈ സഫർ മാസം എന്തുകൊണ്ടും വളരെയധികം സന്തോഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു മാസമാക്കി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ അടുത്ത് എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സഹോദരന്മാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലും ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ടാകും. അള്ളാഹു മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും ഖബറിടം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങളോട് പറയുന്നത്, എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ, ഞാനിത് പറയുന്നത് കൊണ്ട് എനിക്കെന്ത് കിട്ടണം? സ്വർഗം കിട്ടണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നല്ല കാര്യങ്ങൾ മനസ്സിലായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നിങ്ങൾക്ക് എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? സ്വർഗത്തിൽ പോവാൻ. നോമ്പ് പിടിക്കുന്നത് സ്വർഗത്തിൽ പോവാൻ. നമ്മൾ ഈ ദുന്യാവിൽ ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ, ചെറിയ കുട്ടികളോട് മുതൽ വലിയ ആളുകളോട് വരെ ചോദിച്ചാൽ എന്തിനാണ് നമ്മൾ ഇബാദത്ത് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരൊറ്റ മറുപടിയുള്ളൂ: സ്വർഗത്തിൽ പോകണം. എന്നാൽ 10 സ്വഭാവമുള്ള ആളുകൾ, 10 ദുഷിച്ച സ്വഭാവമുള്ള ആളുകൾക്ക് ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല. ഒരു കാരണവശാലും സ്വർഗത്തിൽ കിടക്കില്ല. സ്വർഗത്തിൻ്റെ പടി കാണൂലെന്നാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ, പടച്ചോൻ കാക്കട്ടെ. മാത്രമല്ല സ്വർഗത്തിൽ കടക്കൂല. അതൊന്ന്. ഈ ദുന്യാവിൽ, ഈ ലോകത്ത് തന്നെ ജനങ്ങളൊക്കെ വെറുക്കും. ജനങ്ങൾക്കാർക്കും ഇഷ്ടമല്ല. ജനങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പിന്നെ പടച്ചോന് വേണോ? പടച്ചോനും ഇഷ്ടമല്ല, അള്ളാഹ്ക്കും ഇഷ്ടമല്ല, തൗബയും സ്വീകരിക്കൂല. വല്ലാത്ത പ്രശ്നമാണ്. അതുകൊണ്ട് 10 സ്വഭാവം ഇൻഷാ അല്ലാഹ്, ആ 10 സ്വഭാവത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്വഭാവമാണ്. അതായത്
ബദറുൽ ഹഖ്, സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ തെറ്റ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലും സ്വർഗത്തിൻ്റെ പരിസരത്ത് പോലും അല്ലാഹു തആല അടുപ്പിക്കൂല. സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. വിശുദ്ധമായ ഖുർആൻ, ഹദീസ്, പ്രമാണങ്ങൾ നമുക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കലാണ് വേണ്ടത്. അതിലങ്ങനെയല്ലല്ലോ, അതിങ്ങനെയല്ലല്ലോ, ഇതിങ്ങനെയല്ലല്ലോ, അതങ്ങനെയല്ലോ. ഇപ്പോൾ നമുക്ക് മുസ്ലിമീങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന എത്രയോ ആളുകൾ, അവർ വയനാട് ആ ഒരു പ്രദേശത്ത് വലിയ പ്രശ്നമുണ്ടായപ്പോൾ അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എവിടെ പടച്ചോൻ, എവിടെയെന്ന്. എവിടെ പടച്ചോൻ? പടച്ചോനെ കാണുന്നില്ലല്ലോ. പടച്ചോൻ കരുണയുള്ളവനാണെങ്കിൽ ഇതുപോലെ വയനാട്ടുകാരെ ഇങ്ങനെ വിഷമിപ്പിക്കൂല്ലല്ലോ. എന്തിട്ട് വർത്തമാനമാണ് പറയുന്നത്? സത്യത്തിൽ എന്താ പറയുക, അല്ലാഹു തആല ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടില്ല എന്ത്, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കില്ല എന്നൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മോനെ ഒരിക്കലും ഞാൻ അടിക്കൂല എന്ന് ഞാൻ അങ്ങനെ സത്യം ചെയ്തിട്ടൊന്നുമില്ല. അവൻ എന്തെങ്കിലും ഒരു മോശത്തരം കാണിച്ചാൽ ഞാൻ അവനെ വഴക്ക് പറയും. അതിലും ഇച്ചിരി കടുപ്പമുള്ളതാണെങ്കിൽ ഞാൻ 2 വടിയെടുത്ത് അന്ന് അടിക്കും. കാരണം വാപ്പയാകുന്ന എനിക്ക് എൻ്റെ മകനെ അടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം മാത്രമല്ല, അവനെ നേർവഴിയിലാക്കാൻ അടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ തന്നെ കാണാം, മക്കളെ നേർവഴിയിലാക്കാൻ വേണ്ടി, മക്കളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വടി സൂക്ഷിക്കുന്ന ഒരു പിതാവിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന്, ഒരു എന്താ പറയുക, രക്ഷിതാവിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്നവരെ മുത്തായ റസൂലിൻ്റെ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രമാത്രം കാരണം നമ്മുടെ മക്കളെ നമ്മൾ അധികമായി സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് വന്നതാണെന്ത്, വഴക്ക് പറയലും ആ ഒരു അടിക്കലൊക്കെ അല്ലേ. എൻ്റെ മകൻ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്താലും ഞാൻ അവനെ ഒന്നും പറയൂല. പക്ഷെ എൻ്റെ മകൻ തെറ്റ് ചെയ്ത് അവൻ ആ തെറ്റിൽ നിന്നും മാറി നല്ല മാർഗത്തിലേക്ക് വരണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്, അവൻ നന്നാവണമെന്നാണ് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ അടിക്കുന്നത് എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട് അല്ലേ. ചെറിയ മക്കളുണ്ട്, അതുപോലെ തന്നെ വൃദ്ധന്മാരുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ ഈ ദുന്യാവിൽ അല്ലാഹു തആല ആ ഒരു വലിയ പരീക്ഷണം കൊടുത്തു. അതിന് പകരം അല്ലാഹു ഈ നമ്മൾ പറയുന്ന എന്നേക്കാൾ ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ കൂടുതൽ വലിയ പ്രതിഫലമാണ് അല്ലാഹു ആഖിറത്തിൽ അവർക്ക് വെച്ചിട്ടുള്ളത്. അതാരും കാണുന്നില്ല. എന്തിനു ദുന്യാവിൽ അല്ലാഹു അവരെ പരീക്ഷിച്ചു എന്ന് പറഞ്ഞ് അള്ളാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന ചില വിവരദോഷികൾ, വിഡ്ഢികൾ, മണ്ടത്തരം പറയുന്ന ആളുകളുണ്ട്. അവരോട് എന്താ പറയുക, ഒന്നും പറയാനില്ല, അവരോടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് സത്യത്തെ അംഗീകരിക്കാതിരിക്കുക. അതെന്താണ്? വല്ലാത്ത ദുസ്വഭാവമാണ്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. അതായത് എല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കും, പക്ഷെ എന്നാലും അവർ സത്യത്തെ അംഗീകരിക്കൂല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഉള്ള നാട് എറണാകുളം ജില്ല, ഇവിടെ അടുത്താണ് പാലാരിവട്ടം എന്ന് പറയുന്ന സ്ഥലം. ഇപ്പം ഞാൻ പറയുകയാണ് ഒരാളോട്, എടോ അവിടെ പാലാരിവട്ടത്ത് ഒരു അപകടം സംഭവിച്ചു, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ സത്യത്തിൽ അത് ഉള്ളതാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറയുന്നു, അവിടെ അങ്ങനെ നടന്നിട്ട് ഞാനിപ്പോൾ അവിടെ കൂടെ വന്നതേ ഉള്ളൂ, ഞാനങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അതുമാത്രമല്ല, വേറെ ഒരാൾ പറയുകയാണ്, എൻ്റെ കൂടെ വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതെ പാലാരിവട്ടത്ത് അവിടെ ഒരു അപകടം നടന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും പറഞ്ഞപ്പോൾ അതെന്താ സത്യമാണെന്ന് അയാൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഈ 2 പേര് പറഞ്ഞു ഒരേപോലെ, അപ്പോൾ ഏതായാലും സത്യമായിരിക്കും, അയാൾക്ക് ബോധ്യമായി. പക്ഷെ അയാൾക്ക് അതൊന്നും അംഗീകരിക്കാൻ എന്താ പറയുക, ഒരു മടി, ഒരു വിഷമം. അതെന്താണ്? മോശപ്പെട്ടൊരു സ്വഭാവം. സത്യമാണോ അത് അംഗീകരിച്ചേക്കുക, ഇതൊന്നാമത്തെ സ്വഭാവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബ്ർ. അണുമണി തൂക്കം മനസ്സിൽ അഹങ്കാരമുള്ളവർക്ക് സ്വർഗത്തിൽ കടക്കാനേ പറ്റില്ലെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയം കൊണ്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു പോവാറുണ്ട്. അസൂയ, ദേഷ്യം, കുശുമ്പ്, ഡെമ്പ്, അഹങ്കാരം, ഇതൊക്കെ നമ്മുടെ ഖൽബിൻ്റെ അംറാദുൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ ചില രോഗങ്ങളാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്ത്രീകൾക്ക്, ഒരുപാട് പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള അസുഖമുണ്ട്. എന്തിനും അസൂയ, എന്തിനും ദേഷ്യമാണ്, എന്തിനും കുശുമ്പാണ്, എന്തിനും ഡെമ്പാണ് അല്ലേ. ഞാനാണ് ഏറ്റവും വലിയ ആൾ, എന്തിനും അഹങ്കാരമാണ്.
ഒരിക്കലും അല്ലാഹു തആല അഹങ്കാരികൾ ഇഷ്ടപ്പെടില്ല. ജനങ്ങളും അഹങ്കാരികൾ ഇഷ്ടപ്പെടില്ല. അവർ നരകത്തിലാണെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിസരത്ത് പോലും കടക്കില്ലെന്ന് അല്ലാഹു റബ്ബ് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ഗംദുന്നാസ്, ജനങ്ങളെ നിസ്സാരമാക്കുന്ന ആളാണ്. ഞാൻ എന്ന ഭാവം, ഞാനാണെല്ലാം, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ പുറകിലാണ്, ഞാൻ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അത് വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ്. ഞാൻ പറയുന്നത് എല്ലാവരും കാണണം, ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, അങ്ങനെ വാശി പിടിക്കുന്നത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൻ്റെ വാസന, സ്വർഗത്തിൻ്റെ പരിസരത്ത് പോലും അടുക്കാൻ പറ്റില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 3 അല്ലാ യസൂറ ഗൈറഹു ലാ സിയമൻ അംസാലഹും, അതായത് മറ്റുള്ളവരെ ഒന്ന് സന്ദർശിക്കാനുള്ള മടി. ഇപ്പോൾ ഒരാൾ, നമ്മുടെ അയൽവാസിയായ ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവിൽ തന്നെ ഒരാൾ അപകടം പറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അയാളുടെ വീട്ടിലേക്കൊന്ന് പോയി ഒന്ന് സന്ദർശിക്കാൻ, രോഗിയെ സന്ദർശിക്കാൻ, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ ഒന്ന് കാണാൻ, അതൊക്കെ ഭയങ്കര മടിയാണ്. അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ, ഞാനെന്തിനാ അങ്ങോട്ട് പോകും, അവരൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് വന്നു, അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി കാണുന്നു. എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, അവൻ ഇങ്ങോട്ട് വരട്ടെ. ഉംറക്ക് പോകുന്നു, അപ്പോൾ ഒരു യാത്ര ചെയ്യപ്പെട്ടില്ല, ഞാനെന്തിനാ അങ്ങോട്ട് പോകുന്നു, അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ എന്ന ഭാവം എല്ലാവരും നിസ്സാരമാക്കി കാണുക, അത് മോശപ്പെട്ട സ്വഭാവമാണ്, നരകത്തിൽ കടക്കുന്നൊരു ദുസ്വഭാവമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 4 പാവപ്പെട്ടവരുടെ കൂടെ ഇരിക്കൂല. അവനോടൊപ്പമുള്ള വലിയ സ്റ്റാറ്റസ്, വലിയ പണക്കാരോടൊപ്പം, അല്ലെങ്കിൽ അവനേക്കാൾ ഉയർന്ന ആളോടൊപ്പം മാത്രമേ അവൻ ചെലവഴിക്കുള്ളൂ, അവൻ സംസാരിക്കുള്ളൂ. അവനേക്കാൾ താഴ്ന്ന, അല്ലെങ്കിൽ അവനേക്കാൾ ചെറിയ വീടുള്ള, അവനേക്കാൾ ചെറിയ ജോലി ചെയ്യുന്ന, അവനേക്കാൾ ചെറിയ വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആളുകളെ മൈൻഡ് പോലും ചെയ്യാത്ത ചില വലിയ ദുസ്വഭാവമുള്ള ചില ആളുകളുണ്ട്. അതും നമുക്ക് പറ്റൂല. അഞ്ചാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ്, അഞ്ചാമത്തെ ദുസ്വഭാവം പറയുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് വേണ്ടപ്പെട്ട വളരെ അടുത്തൊരു ഉസ്താദ്, ആ ഉസ്താദ് വലിയ വലിയ തഖ്വയിലും സൂക്ഷ്മതയിലൊക്കെ ജീവിക്കുന്ന ആളാണ്. നമ്മളൊന്നും അത്ര എത്തിയിട്ടില്ല. വലിയ തഖ്വയുള്ള ഒരു ഉസ്താദാണ്, വലിയ പ്രായമുള്ളൊരു ഉസ്താദ്. ആ ഉസ്താദിനോട് ഞാനിങ്ങനെ ചോദിച്ചു, ഒരു സഹോദരി, അവരുടെ കല്യാണം ഒന്നും ശരിയാകുന്നില്ല, വലിയ പ്രയാസത്തിലാണ്, വലിയ സങ്കടത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് നിറം കുറവാണ്, ഇരുനിറം എന്ന് നമ്മൾ പറയുമല്ലോ, അതിനേക്കാൾ ശരീരത്തിന് കളറ് കുറവാണ്. പിന്നെ അതുപോലെ മുഖത്തൊക്കെ ഒരുപാട് കുരു വന്നിട്ട് പൊട്ടി അതിൻ്റെ പാടുകളൊക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നു. ആളുകൾക്ക് ഇപ്പോൾ കല്യാണം ആലോചിച്ചൊക്കെ വരുമ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും അവരൊക്കെ ഇപ്പോൾ വെളുത്ത നിറം വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ വാശി പിടിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ള ആളുകളായിരിക്കും. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇച്ചിരി നിറം കുറവായതുകൊണ്ട് വലിയ പ്രയാസത്തിലാണ്. ഒരു നിക്കാഹും നടക്കുന്നില്ല, ഒരാലോചന വരുമ്പോൾ എങ്ങനെയൊക്കെ മുടങ്ങിപ്പോകുന്നു. എൻ്റെ ഈ മുഖത്തുള്ള ഒരു വിഷമൊക്കെ ഒന്ന് മാറി, എല്ലാം ഒന്ന് റാഹത്തിലാവാൻ, മുഖം ഒന്ന് ഉഷാറാവാൻ, ഒരു ഈമാൻ ഉണ്ടാവാനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിച്ചപ്പോൾ ഞാൻ വേറൊരു ഉസ്താദിനോട് ചോദിച്ചു. ആ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത, തൻ്റെ ശിഷ്യന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു ദിക്റാണ്. അതായത് നമ്മുടെ സ്വഭാവം നന്നാവാൻ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, സ്വഭാവം വളരെ മോശപ്പെട്ട ചില ആളുകളുണ്ട്, 10 വിഭാഗം ആളുകളുണ്ട്. അതിൽ 4 പേരെ നമ്മൾ പറഞ്ഞു, 5ാമത്തെ ആളെ നമ്മൾ പറയാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ സ്വഭാവം നന്നാവാനും, നമ്മുടെ സൗന്ദര്യം കൂടാനും, നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു, അല്ലെങ്കിൽ മുഖത്തിലെ പാടുകൾ, മുഖത്തിലെ കലകൾ, അതൊക്കെ ഒന്ന് മാറി മുഖം എല്ലാവിധത്തിലുള്ള റാഹത്തിലും ഒരു ഈമാൻ ഉണ്ടാവുക, മുഖത്തൊരു ഈമാൻ ഉണ്ടാവുക നമ്മൾ പറയൂലേ, അതൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മൾ സോപ്പ് മുഖത്ത് തേൽക്കാതെ, ഇത് വളരെ വേണ്ടപ്പെട്ട ഒരു ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതാണ്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, മഹാനവറുകൾ പറഞ്ഞുകൊടുത്ത, തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത ഒരു കാര്യമാണ്. അതായത് മുഖത്ത് നമുക്കൊരു വലിയ നമ്മുടെ മുഖം ഒന്ന് പ്രകാശിക്കാനും, നമ്മുടെ സ്വഭാവം നന്നാവാൻ, ഒരു ഈമാനികമായ ഒരു പ്രഭ നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തൊക്കെ ഉണ്ടാവാൻ ആദ്യം ചെയ്യേണ്ട കാര്യം, എപ്പോഴും നമ്മൾ മുഖം സോപ്പിട്ട് കഴുകാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മരുന്നിൻ്റെ കാര്യം പറയുമ്പോൾ സോപ്പ് തേക്കാതെ നല്ല പച്ചവെള്ളത്തിൽ, ചൂടുവെള്ളമല്ല, നല്ല പച്ചവെള്ളം നമ്മൾ തണുത്ത് വേണ്ട, സാധാ നമ്മുടെ നോർമൽ പച്ചവെള്ളത്തിൽ നല്ലതുപോലെ മുഖം കഴുകുക. എന്നിട്ട് 2 കൈ നമ്മൾ ഇങ്ങനെ വെക്കുക. ആദ്യം നല്ലതുപോലെ മുഖം കഴുകുക, എന്നിട്ട് 2 കൈ ഇങ്ങനെ വെക്കുക. 2 കൈയിലേക്കും ഇബ്രാഹിമിയ സ്വലാത്ത് 7 പ്രാവശ്യം
നമ്മളിങ്ങനെ നല്ലതുപോലെ മുഖം കഴുകുക, എന്നിട്ട് ഈ കൈ ഇങ്ങനെ രണ്ടും വെക്കുക, എന്നിട്ട് അതിലേക്ക് ഇബ്രാഹിമിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് 3, 4, 5, 6, 7 പ്രാവശ്യം നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്ത് ഓതുക. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മുടെ 2 കൈയിലേക്കും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. എന്നിട്ട് നല്ലതുപോലെ മുഖമൊന്ന് തടവുക. എന്നിട്ട് മഹാനായ അലിയാർ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ജൽജലൂത്തിലെ ബൈത്ത്, ആ ബൈത്ത് നിശാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമ്മൾ പാരായണം ചെയ്യുക. ഏതാണ് ആ ഒരു ബൈത്ത്? ഏതാണ്? അലയ്യാ ളിയാ ഉമ്മിൻ ബവാരിഖി നൂരിഹി വലാഹ അലാ വജ്ഹി ളിയാ ഫഅബ്റഖത്. അതായത് ഇത് എന്താ പറയാ, അറബി ഭാഷ മാത്രമല്ല സുറിയാനി ഭാഷയും കൂടി ഉള്ളതാണ് എന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ എഫക്റ്റീവായ ഒരു ബൈത്താണ്. ഒന്ന് പറഞ്ഞേ, അലയ്യാ ളിയാ ഉമ്മിൻ ബവാരിഖി നൂരിഹി വലാഹ അലാ വജ്ഹി ളിയാ ഫഅബ്റഖത്. ഈ ബൈത്ത് 5 പ്രാവശ്യം പറയുക. ഈ ബൈത്ത് ഒരു 5 പ്രാവശ്യം പറയുക. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ പ്രഭയുടെ തിളക്കത്താലുള്ള പ്രകാശം എന്നിൽ ഉണ്ടായിരിക്കണമേ. അല്ലാഹുവേ, അങ്ങനെ ആ പ്രകാശം എന്നിൽ പ്രശോഭിതമാവുകയും തൽഫലമായി ഞാനാകെ മിന്നിത്തിളങ്ങുകയും ചെയ്യുന്ന അവസ്ഥ നീ വരുത്തണേ അല്ലാ. അപ്പം എന്താണ് ഈ ഒരു ബൈത്ത്? 5 പ്രാവശ്യം. ആദ്യം നല്ലതുപോലെ മുഖം സാദാ വെള്ളത്തിൽ കഴുകുക, എന്നിട്ട് നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക. 7 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ഓതി കൈയിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക, എന്നിട്ട് മുഖത്തേക്ക് തടവുക. അതിനുശേഷം ഈ ഒരു ബൈത്ത്, അലയ്യാ ളിയാ ഉമ്മിൻ ബവാരിഖി നൂരിഹി വലാഹ അലാ വജ്ഹി ളിയാ ഫഅബ്റഖത്. ഈ ബൈത്ത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇതൊന്ന് പൗസ് നോക്കിയിട്ട് ഇതൊന്ന് എഴുതിയെടുക്കുക. ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ അല്ലാതെ ഒരുപാട് പേരെ വിളിച്ച് ഉസ്താദെ ആ ബൈത്ത് കിട്ടിയില്ല, ആ ബൈത്തൊന്നും പറഞ്ഞുതരൂ എന്ന് ചോദിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഈ വീഡിയോ ഒന്ന് പൗസ് നോക്കിയിട്ട് എന്താ പറയുക, ഈ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. വലിയ അർത്ഥവത്തായ ഒരു ബൈത്താണ്. അപ്പോൾ ഈ ബൈത്ത് ഒരു 5 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയണ്ടേ? ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെന്ത് ചെയ്യുക? 3 പ്രാവശ്യം പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഒന്നുകൂടി ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് മുഖത്തും അതുപോലെ ശരീരത്തും തടവുക. ഒന്നുകൂടി ഞാൻ പറയട്ടെ. ആദ്യം നമ്മൾ മുഖം ഒന്ന് നല്ലതുപോലെ കഴുകുക. ഉളുവെടുത്താൽ അത് ഏറ്റവും ഹൈറാൻ. ഇവിടെ ഉളുവെടുക്കുന്ന കാര്യം പറഞ്ഞില്ല, മുഖം നല്ലപോലെ കഴുകാനാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, മുഖം നല്ലതുപോലെ കഴുകുക. അത് കഴിഞ്ഞ് നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ച് 7 പ്രാവശ്യം ഇബ്രാഹിമിയ സ്വലാത്ത് ഓതി അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. എന്നിട്ട് മുഖത്ത് നല്ലതുപോലെ ഒന്ന് തടവുക. അത് കഴിഞ്ഞ് 5 പ്രാവശ്യം അലയ്യാ ളിയാ ഉമ്മിൻ ബവാരിഖി നൂരിഹി വലാഹ അലാ വജ്ഹി ളിയാ ഫഅബ്റഖത് എന്ന ആ ഒരു ബൈത്ത് നമ്മുടെ 5 പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ കയ്യിലേക്ക് വീണ്ടും ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. അത് കഴിഞ്ഞ് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് 3 പ്രാവശ്യം പറഞ്ഞ് ഒന്നുകൂടി ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് ഊതുക. എന്നിട്ട് നമ്മുടെ മുഖത്തും ശരീരത്തും തടവുക. ഇൻഷാ അല്ലാഹ് ഇതൊരു തുടർച്ചയായിട്ട് നമുക്കൊരു 11 ദിവസം അല്ലെങ്കിൽ ഒരു 13 ദിവസമൊക്കെ ചെയ്തു നോക്ക്. നമ്മുടെ മുഖത്ത് ഒരു വല്ലാത്തൊരു പ്രകാശം. ചില ആളുകൾ പറയും നല്ല മുഖകാതി ഉണ്ട് എന്ന്, അല്ലേ? അയാൾ എന്താ പറയുക, നിറം അല്പം കുറഞ്ഞ ആളാണെങ്കിലും മുഖത്ത് നല്ല ഈമാൻ ഉണ്ട് എന്ന് ചില ആളുകളെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഗണത്തിൽ നമുക്ക് പെടാൻ സാധിക്കും. അല്ലാഹു തആല മരിക്കുന്ന സമയത്തും നമുക്ക് നല്ല മുഖത്ത് നല്ല പ്രകാശം തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കട്ടോ. അല്ലാഹു തആല ആരൊക്കെ പ്രയാസപ്പെടുന്നുണ്ട്, വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാകും, അല്ലാഹു എല്ലാവർക്കും ഖൈർ പ്രദാനിക്കുമാറാവട്ടെ. അപ്പോൾ നമ്മൾ ഈ 5ാമത്തെ ദുസ്വഭാവം ഉള്ള ആളുകളെ പറ്റി പറയുന്നു. അല്ലാ യതനാവല ബിയദിഹി ശുഗല ബൈതിഹി. സ്വന്തമായിട്ട് ഒരു നൂൽ കഷ്ണം പോലും എടുക്കാത്ത ചില ഭർത്താക്കന്മാരുണ്ട്. വീട്ടിൽ പോയി ഇങ്ങനെ ഇരിക്കും,
ചായ കൊണ്ടുപോവാ, ഉടുപ്പ് കൊണ്ടുപോവാ, ഡ്രസ്സ് കൊണ്ടുപോവാ, അതുപോലെ ഭക്ഷണം കൊണ്ടുപോവാ, എല്ലാം ഇങ്ങനെ കൽപ്പിക്കുന്നു, ഭാര്യയോട് മക്കളോട് കൽപ്പിക്കുന്നു എന്ന് മാത്രം. സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യില്ല. അടുക്കള എവിടെയാന്ന് ചിലപ്പോൾ ഇയാൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അത്രമാത്രം എന്താണ് സ്ത്രീകളെ സഹായിക്കാനോ അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കാനോ ഒന്നും നമ്മൾ സ്വന്തം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അയാളുടെ വേസ്റ്റ് പോലും താഴെ കിടക്കുന്നത് എടുത്തൊന്ന് പ്ലേറ്റിലേക്ക് ഇടാൻ പോലും കഴിയാത്ത അത്രമാത്രം എന്താ പറയുക സ്വന്തം കാര്യം ചെയ്യാത്ത ചില ആളുകളുണ്ട്. അത് നമ്മുടെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സ്റ്റാറ്റസ് ഉണ്ടാവുകയില്ല, നമ്മുടെ വില കുറഞ്ഞു പോവുകയാണ്. അപ്പം അത്തരത്തിലുള്ള ആ സ്വഭാവം ഒന്ന് മാറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലേ വീട്ടിൽ വന്നാൽ തൻ്റെ ഭാര്യമാരെ സഹായിക്കും, വിറക് ശേഖരിക്കാൻ കൂടും, അതുപോലെ തന്നെ ഇറച്ചി മുറിച്ചു കൊടുക്കും, ആടിനെ കറന്നു കൊടുക്കും. കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് നബി തങ്ങൾ ഭാര്യമാർക്ക് ജോലി ചെയ്യാൻ വേണ്ടി കുട്ടികളുമായിട്ട് പുറത്തിറങ്ങി അവരുമായിട്ട് കളിച്ചിരി തമാശകൾ ഏർപ്പെടും. അതുപോലെ തന്നെ വളരെ താഴ്മയോടുകൂടിയാണ് അവരോട് സംസാരിച്ചിരുന്നത്. എത്രയോ മാതൃക നമുക്കുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പോൾ എന്താണ് വീട്ടു ജോലികളിലൊക്കെ നമ്മളൊന്ന് ശുഗൂലാവുക. ഞാൻ പറയുന്നത് പുരുഷന്മാരോടാണ്. നമ്മളൊക്കെ അവരെ ഒന്ന് സഹായിക്കുക. ആറാമത്തേത് പാവപ്പെട്ടവരുടെ സൽക്കാരത്തിൽ ക്ഷണിച്ചാൽ പോവാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അയൽവാസിയ ഒരു വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, അയാളുടെ മോളുടെ കല്യാണമാണ്, വരണോട്ടോ എന്ന് പറഞ്ഞു. നമ്മൾ പോകില്ല. എന്തോ അത് ഞാനെങ്ങനെ പോകും, ഞാനങ്ങനെ പോകും, അത് വലിയ സ്റ്റാറ്റസ് കുറഞ്ഞ ആളുകളല്ലേ എന്ന് പറഞ്ഞ് അവരുടെ കല്യാണത്തിന് പോകില്ല. അവരെ നമുക്ക് കല്യാണത്തിന് വിളിക്കൂല. നമ്മുടെ മകളുടെ കല്യാണത്തിന് അവരെ വിളിക്കൂല, അവരുടെ മകളുടെ കല്യാണത്തിന് വിളിച്ച് അങ്ങോട്ട് പോവില്ല. അവരെ പാവപ്പെട്ടവരെ അവഗണിക്കുന്ന ആളുകളുണ്ട് അല്ലേ? ആ ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം നൽകൂല, അവരുടെ തൗബയും അല്ലാഹു സ്വീകരിക്കില്ല. പടച്ചോൻ കാക്കട്ടെ. ഏഴാമത്തേത് മറ്റൊരാളുമായി തർക്കിച്ചാൽ സത്യം അംഗീകരിക്കൂല. കോഴി വില എത്രയാ? 250 രൂപ. 150 രൂപയുള്ളൂ. അല്ലപ്പോൾ 250, ഞാൻ ഇപ്പോൾ ഇത് 250 രൂപയുടെ കോഴി ഞാൻ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാം. 150 ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചപ്പോൾ 150 ഉള്ളൂ. സംഭവം കഴിഞ്ഞ ആഴ്ച 150 ആയിരിക്കും, പക്ഷേ ഇന്നിപ്പോൾ 250 ആണ്. സത്യം അതാണ്. പക്ഷെ സത്യം അംഗീകരിക്കാൻ പറ്റൂല. കാരണം ഇനി ഞാനെങ്ങാനും അംഗീകരിച്ചാൽ ഞാൻ തോറ്റു പോകില്ലോ, ഞാൻ നാണം കെട്ടു പോകില്ലോ എന്ന് അങ്ങനത്തെ ഒരു ചിന്ത, ചില വാശി, ചില വേണ്ടാത്ത തരത്തിലുള്ള വാശികൾ, അങ്ങനെയുള്ള ആളുകളെ ജനങ്ങൾക്കും വെറുപ്പാണ്, അള്ളാഹുവിനും വെറുപ്പാണ്. എട്ടാമത്തേത് അദമുൽ ഇഅ്തിറാഫി ബിഖത്ഇഹി. തൻ്റെ ഭാഗത്ത് നിന്നാണ് ഒരു തെറ്റ് സംഭവിച്ചത് എന്ന് മനസ്സിലായിട്ടും അത് അംഗീകരിക്കാത്തവൻ അല്ലെങ്കിൽ അത് തിരുത്താത്തവൻ. അങ്ങനെ ചില ആളുകളുണ്ട്, എൻ്റെ ഭാഗത്തു നിന്നാണ് തെറ്റ്, പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ അയാൾക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെയുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്കും ഇഷ്ടമല്ല, മലക്കുകൾക്കും ഇഷ്ടമല്ല, ജനങ്ങൾക്കും ഇഷ്ടമല്ല. ഒമ്പതാമത്തേത് അദമു ശുക്രി ലിസ്വാഹിബിഹി അലാ ഇഅ്ലാമിഹി വ ഇർഷാദിഹി ഇലൽ ഹഖ്. അതായത് ഒരാളോട് നന്ദി പറയുക അല്ലെങ്കിൽ നന്ദി ചെയ്യുക, ആ പരിപാടിയില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം നിലത്തുപോയി, ചിലപ്പോൾ പൈസയോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും കവറോ എന്തെങ്കിലുമൊക്കെ നിലത്തുപോയി, മറ്റൊരാൾ ചിലപ്പോൾ എടുത്തു തരുമായിരിക്കും. ആ എടുത്തു തരുമ്പോൾ അതിങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നു. അല്ലാതെ ആ എടുത്ത് തന്ന ആൾ നോക്കിയിട്ടൊന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ശുക്രൻ, നന്ദി ഉണ്ട് കേട്ടോ, താങ്ക്സ് ഉണ്ടെന്ന്, നന്ദി ഉണ്ടെന്ന്, അല്ലെങ്കിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് എന്നൊന്നും ഒരു നന്ദിയുടെ വാക്ക് പോലും പറയാത്ത, നന്ദി, താങ്ക്സ്, ജസാക്കല്ലാഹ്, ശുക്രൻ ഒരു വാക്കും പറയാത്ത ആളുകളുണ്ട്. എത്ര ഉപകാരം ചെയ്തു കൊടുത്താലും നന്ദിയുടെ ഒരു വാക്ക് പോലും പറയാത്ത ആളുകൾ അല്ലേ? ഞാനെന്തിനാ അവനോട് നന്ദി പറയണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലുമല്ല. അങ്ങനെയുള്ള ആളുകളെ ജനങ്ങളും വെറുക്കും. അവനൊന്നും ചെയ്തു കൊടുക്കണ്ട, അവൻ എന്ത് ചെയ്തു കൊടുത്താലും നമ്മൾ വല്ല മൈൻഡില്ല എന്ന് ചിന്തിക്കും. പിന്നെ 10ാമത്തെ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ നിസ്സാരമാണ്. നിസ്കരിക്കൂല, നോമ്പ് പിടിക്കൂല, ഹജ്ജ് ചെയ്യൂല, അങ്ങനെ ചില ആളുകളുണ്ട്. അവരെ ജനങ്ങൾക്കും വെറുപ്പാണ്. ചില ആളുകളുണ്ട്, നമ്മളിങ്ങനെ കടന്നു വരുമ്പോൾ അവൻ നിസ്കരിക്കാത്ത ആളാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് കാശുണ്ട്, പക്ഷെ ആർക്കും ഒരു സ്വതക്കം കൊടുക്കൂല അല്ല. അപ്പോൾ ജനങ്ങൾക്കും വെറുപ്പാണ്, അള്ളാഹുവിനും വെറുപ്പാണ്. അപ്പോൾ ഈ ഒരു 10 കാര്യങ്ങൾ, 10 ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റണം. അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ. പിന്നെ നമ്മുടെ മുഖത്ത് നമ്മുടെ സ്വഭാവം നന്നാവാനും നമ്മുടെ മുഖത്തൊക്കെ ഒരു വലിയ ഈമാനികമായ ആവേശമുണ്ടാവാനുമുള്ള ചില കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം നന്ദി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ബറക്കത്തും അള്ളാഹു തആല നമുക്ക് തരുമാറാവട്ടെ. എല്ലാ തരത്തിലുള്ള ജീവിതത്തിലെ വിജയം, അത് സാമ്പത്തികമായ, ശാരീരികമായ, നമ്മുടെ കുടുംബപരമായ, വിദ്യാഭ്യാസപരമായ, എല്ലാത്തിനും ഉപരിയായി ആഖിറപരമായ എല്ലാ വിജയങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.